കോഴിക്കോട് കൊടുവള്ളിയിൽ റാഗിങ്ങിന്റെ പേരിൽ വിദ്യാർത്ഥികൾക്ക് ക്രൂരമർദ്ദനം. +2 വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ 4 +1 വിദ്യാർത്ഥികൾ ചികിത്സ തേടി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ ഇന്റർവെല്ലിൽ 11 മണിയൊക്കെ ആയപ്പോൾ +2 വിദ്യാർത്ഥികൾ ക്ലാസ്സിലേക്ക് ഒരു 30ഓളം പേര് ക്ലാസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി. ഞങ്ങളെല്ലാവരും തല്ലിയുണ്ട്. കാരണമൊന്നും പറഞ്ഞില്ല. ഫസ്റ്റ് കയറി വന്ന് തച്ചതാണ്. ദിവസം മുമ്പ് ഇവർ ഇന്റർവ്യൂവിൽ 2 കുട്ടികൾ പുറത്തിറങ്ങിയ സമയത്ത് എന്തിനാണ് പുറത്തിറങ്ങിയെന്ന് വെച്ച് അവർ വീടിനാല് നടന്നു. അപ്പോൾ അന്നും ചെറിയൊരു അടി നടന്നിട്ടുണ്ട്. ഒരു കുട്ടിക്ക് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ കംപ്ലൈൻറ്റ് ഓൾറെഡി പോലീസ് സ്റ്റേഷനിലേക്ക് എടുക്കുകയാണ്. പിന്നെ ഇന്നലെ ക്ലാസ്സിൽ ചെന്നിട്ട് ഇന്റർവ്യൂ സമയത്ത് വിട്ട സമയത്താണ് ക്ലാസ്സിൽ കയറി 30ഓളം കുട്ടികൾ 30-35ഓളം കുട്ടികൾ കയറി ഇവരെ അടിച്ച് എല്ലാവർക്കും അടി കിട്ടിയിട്ടുണ്ട്. അതിൽ 4 വിദ്യാർത്ഥികൾക്കാണ് പരിക്ക് പറ്റിയത്. സമീർ സി മുഹമ്മദ് കോഴിക്കോടും ചേരുന്നു. സമീർ, എന്താണ് വിവരങ്ങൾ? വേണു, കഴിഞ്ഞ ദിവസം ഇന്റർവെൽ സമയത്ത് +1 വിദ്യാർത്ഥികൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട് +2 വിദ്യാർത്ഥികൾ അതിനെ എതിർക്കുകയും അതിന്റെ പശ്ചാത്തലത്തിൽ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് 5 വിദ്യാർത്ഥികളെ +2 വിദ്യാർത്ഥികളായ 5 കുട്ടികളെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇന്നലെ ഉച്ചയോടുകൂടെ ക്ലാസ്സിലേക്ക് +2 വിദ്യാർത്ഥികളായ 30ഓളം പേരാണ് +1 ക്ലാസ്സിലേക്ക് എത്തുകയും അവിടെ ക്രൂരമായ മർദ്ദനം അഴിച്ചുവിടുകയും ചെയ്തിരിക്കുന്നത്. അക്രമത്തിൽ ഒരു കുട്ടിയുടെ കയ്യിന് പൊട്ടലേറ്റിട്ടുണ്ട്. മറ്റൊരു കുട്ടിയുടെ ചുമലിനാണ് പരിക്കേറ്റിരിക്കുന്നത്. കോമ്പസ് ഉപയോഗിച്ച് കുത്തിയതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കുട്ടിയുടെ പുറത്ത് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 4 വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൊടുവള്ളി പോലീസിൽ രക്ഷിതാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. കൂടാതെ പ്രിൻസിപ്പലിനും അതുപോലെ തന്നെ ആന്റി റാഗിംഗ് കമ്മിറ്റിയുണ്ട് സ്കൂളിൽ. ഈ കമ്മിറ്റിക്കും രക്ഷിതാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടുകൂടെ ഒരു അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിന് ശേഷം ഈ ആന്റി റാഗിംഗ് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട ഇന്റിമേഷൻ പോലീസ് നൽകും എന്നുള്ള കാര്യമാണ് അറിയുന്നത്. എന്തായാലും 4 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായ അടിയുടെ ഒരു ബാക്കി പത്രമാണ് ഉണ്ടായിരിക്കുന്നത്. കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നും വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കൊടുവള്ളി പോലീസിന്റെ അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്.